ഇഡ്ഡലി കഫേ അല്ലേ? ഇത് ശരിക്കും വായിക്കുന്നത് എങ്ങനെ? ഐഡലി കഫേ എന്നാണ്. ഐഡലി കഫേ അതായത് ഇന്ത്യൻ ഡെലിക്കസീസ് കഫേ എന്നാണ് ആക്ച്വലി പറഞ്ഞത്. ആണോ? സംഭവം നല്ല മാർഗ്ഗമേറിയ ഇഡ്ഡലിയാണ്. റെസിപ്പി ഇത് റെസിപ്പീസ് എല്ലാം നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. എന്തൊക്കെ ഇതിനകത്തുള്ളത്? ഇതിനകത്ത് നമുക്ക് റെസിപ്പീസ് ഉഴുന്നുണ്ട്. മേജർ നമുക്ക് ഇതിന്റെ ആ ഒരു ഗ്രൈൻഡിങ്ങിലാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. ടെക്സ്ചർ അത്ര സോഫ്റ്റ്. എത്ര സമയം പുളിപ്പിക്കും? അതൊരു ആക്ച്വലി അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഷെഫിന് ഞാൻ അറിയുള്ളൂ ആക്ച്വലി. പക്ഷെ എന്നാലും നമ്മുടെ ഗ്രൈൻഡിങ് ടെക്നോളജി നമ്മുടെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല നമുക്ക് ദോശാസ് ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 200 വെറൈറ്റീസ് ഓഫ് മെനു. ഈ ഗ്യാസിന്റെ ക്ഷാമം ബാധിച്ചിട്ടുണ്ട് വളരെ കൂടുതലായിട്ട്. പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ടോ? നമ്മൾ പ്രൊഡക്ഷൻ വളരെ ലിമിറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ദോശ വെറൈറ്റീസ് ഒക്കെ ലിമിറ്റ് ചെയ്തു. പിന്നെ ഇഡ്ഡലിയിലേക്ക് മാത്രം. കാരണം ഇഡ്ഡലി നമുക്ക് ഇൻഡക്ഷനിലാണ്, അതായത് ഇലക്ട്രിക് ആണ്. സോ നമുക്ക് ഗ്യാസ് വളരെയധികം ഇഡ്ഡലി ഉണ്ട്. ലിമിറ്റഡ് ടൈമിംഗിൽ മാത്രം നമ്മൾ നമുക്ക് ഇതിന്റെ ഒപ്പം ഡിഫറെന്റ് ആയിട്ട് 2 ചട്നീസ്. ഞാൻ ബേസിക്കലി പാലക്കാടാണ്. അതാണ് ആ ഇഡ്ഡലി ഫ്ലേവർ, ദോശ റോസ്റ്റ് ഫ്ലേവർ. ആലോചിക്കരുത്. രാമശ്ശേരി ഇഡ്ഡലി പോയി കഴിച്ചിട്ടുണ്ടല്ലോ? രാമശ്ശേരി ഇഡ്ഡലി ഇഡ്ഡലിയുടെ ഒരു നാടാണ് കേട്ടോ നമ്മുടെ പാലക്കാട്. എവിടെ പോലെ നമ്മുടെ ഇഡ്ഡലി കട ഉണ്ടല്ലോ, നമ്മുടെ നായരുടെ കട. അത് ഇഡ്ഡലി വെറൈറ്റിയോട് കൂടി അറിയാം. അപ്പൊ താങ്ക് യു സന്ദീപ്. ഉഷാറായി നടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇഡ്ഡലി ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഇഡ്ഡലിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ കൂടി പറഞ്ഞത്. അതിനകത്ത് ഈ പലതരം ഇഡ്ഡലികളുണ്ട്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലത്തേറിനായതുകൊണ്ട് കൊല്ലത്തുണ്ടാക്കുന്ന ഇഡ്ഡലിക്കകത്ത് ഇവിടെ കാണാത്ത ചില സാധനങ്ങൾ കൂടെ കാണും. അതിനകത്ത് ഇത്തിരി പച്ചമുളക് കാണും, ഇത്തിരി ഇഞ്ചി കാണും, ഇച്ചിരി കറിവേപ്പില കാണും. ഇതൊക്കെ ചേർത്തിട്ടാണ് അവിടെ ഉണ്ടാവുന്നത്. ചില ആൾക്കാർ പറയും എന്നാൽ പിന്നെ അതിനകത്ത് സാമ്പാറിൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ട് ഒരുമിച്ചൊക്കെ ഉണ്ടാക്കി കൂടെ എന്ന് ചോദിക്കും. അങ്ങനെ അപമാനിക്കാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ കൊല്ലത്തുകാരുടെ ഇഡ്ഡലി നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. കഴിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇഡ്ഡലി ദിനത്തിൽ നമ്മൾ വാർത്തയും വാർത്താവിശേഷങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കിപ്പം 3 അതിഥികൾ കൂടിയാണ്. അതിഥികളല്ല, നമ്മുടെ നാട്ടുകാരാണ്. ഇത് നമ്മുടെ മുത്തു ഇക്കുറി മത്സരിക്കുന്നില്ല. ഇല്ല, കാരണം പാർട്ടി പറയുന്ന എത്ര തവണ മത്സരിച്ചു മുത്തു? ഞാൻ 3 അസംബ്ലി ഇലക്ഷനും 2 കോർപ്പറേഷൻ ഇലക്ഷൻ മത്സരിച്ചു. 3 അസംബ്ലി 3 കോർപ്പറേഷൻ 2 കോർപ്പറേഷൻ മത്സരിച്ചിട്ടുണ്ട്. ഇത് അരുൺ NSU ആണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ KSUവിന്റെ പടനായകനാണ്. നമ്മൾ നാസറാണ്, ഇടതുപക്ഷമാണ്. 3 പേര് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഇവരുമായിട്ട് നടക്കാം. വാർത്തകളും വിശേഷങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വോട്ടർമാരുടെ പ്രതീക്ഷകളും അവരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം.